ഞങ്ങൾ ഇന്ന് വലിയൊരു യാത്ര പോവുകയാണ്. ജീവിതത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ യാത്ര നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിലേക്കാണ് പോകുന്നത്. MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പം മെട്രോ കയറി നേരെ എയർപോർട്ടിലേക്ക്, അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കൊളംബോയിലേക്ക്. ചെന്നൈ എയർപോർട്ടിന്റെ ടെർമിനൽ 2 ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അകത്തേക്ക് കയറാം. ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഇനി നേരെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി പോവാം. എയർപോർട്ടിലെത്തി സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസും കിട്ടി. 11:30 ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ഇന്ത്യയാണ്. അപ്പോൾ ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ. ടേക്ക് ഓഫിനുള്ള തയ്യാറെടുപ്പ്. റൺവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ശ്രീലങ്കയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നൈ നിന്നാണല്ലോ ഫ്ലൈറ്റ് കയറിയത്. അവിടുന്ന് ബുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാരണം, ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ചാർജ് വളരെയധികം ചീപ്പായിട്ട് കാണുന്നത് ചെന്നൈയിൽ നിന്ന് മാത്രമാണ്. ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്നായാലും കൊച്ചിയിൽ നിന്നായാലും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആണെങ്കിലും നല്ല പൈസയാണ് ഉണ്ടായത്. ചെന്നൈയിൽ സ്വാഭാവികം കുറവായതുകൊണ്ട് ഞങ്ങൾ ചെന്നൈ പ്രിഫർ ചെയ്തു. 6500 രൂപയാണ് ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് ഒരാൾക്ക് വന്ന ഫ്ലൈറ്റ് ചാർജ്. എയർപോർട്ടിനകത്തെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മണി എക്സ്ചേഞ്ചിൻ്റെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി കഴിയും. വെൽക്കം ടു ശ്രീലങ്ക. നേരത്തെ മണി എക്സ്ചേഞ്ചിൻ്റെ അവിടെ പോയി പൈസയൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നേരെ നമ്മളെടുത്ത് പോകുന്നത് നമ്മുടെ സിം എടുക്കേണ്ട അടുത്തേക്കാണ്. ഇവിടേക്ക് ഒരുപാട് സിം എടുക്കേണ്ട ഷോപ്പുകളൊക്കെ ഉണ്ട്. എയർടെൽ, ഡയലോഗ് എന്ന് പറഞ്ഞിട്ട്, ഈ ഡയലോഗാണ് ശ്രീലങ്കയിലത്തെ നമ്പർ 1 നെറ്റ്വർക്ക്. അതിൻ്റെ പ്ലാനുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത് 50 GB ഡാറ്റയിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള, അതായത് ശ്രീലങ്കൻ റുപ്പീസ് 2450 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനാണ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെ സൗകര്യാർത്ഥം ഇഷ്ടംപോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കൊളംബോയിലെ ബണ്ടാരനായിക ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. തൊട്ട് മുന്നിലായി ശ്രീലങ്കൻ ഫ്ലാഗുകളൊക്കെ കാണാം. ഇവിടുന്ന് കൊളംബോ മെയിൻ സിറ്റിയിലേക്ക് 30 കിലോമീറ്റർ ദൂരമുണ്ട്. എയർപോർട്ടിൻ്റെ അവിടുന്ന് കൊളംബോ ഫോർട്ട് ഭാഗത്തേക്ക് ബസ്സിനാണ് വന്നത്. 30 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. ശ്രീലങ്കൻ രൂപ 150 ഉണ്ടായത്. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 42 രൂപയെ ആകെയുള്ളൂ. ഇവിടെ തന്നെയാണ് കൊളംബോ ഫോർട്ട് ബസ് സ്റ്റാൻഡ്. കൊളംബോയിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത AC പ്രൈവറ്റ് ഡോർമെറ്ററിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ചാർജ് ശ്രീലങ്കൻ റുപ്പീസിൽ 4900 രൂപയാണ്. ഇന്ത്യൻ രൂപയിലേക്ക് മാറുമ്പോൾ അത് 1400 രൂപയാണ്.